ഏറ്റവും ഷോർട്ട് ടൈമിൽ എത്തിച്ചിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഏതായിരുന്നു? ഏറ്റവും ഷോർട്ട് ടൈമിൽ എത്തിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞ കുഞ്ഞില്ലേ, ആ അതിനാണ് ഏറ്റവും ഷോർട്ട് ടൈമിൽ എത്തിച്ചിട്ടുള്ളത്. ആ കാരണം അവിടുന്ന് യൂഷ്വലി ഇവിടുന്ന് ആലുവയിൽ നിന്ന് കളമശ്ശേരി വരെ 10 കിലോമീറ്റർ 10-15 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ സാധാരണ എങ്ങനെ പോയാലും ഒരു 15-20 മിനിറ്റ് എടുക്കും. അന്ന് ഏറ്റവും ഷോർട്ട് ടൈം എത്തിച്ചതല്ല. എറണാകുളത്ത് നിന്ന് അവിടെ അടുത്തുള്ള സ്വകാര്യ ഹോസ്പിറ്റലിൽ 1 മിനിറ്റിലാണ് ഒരു പേഷ്യൻറ്റിനെ എത്തിച്ചത്. 1 മിനിറ്റിൽ ഒറ്റ മിനിറ്റിൽ എത്തിക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ വെട്ട് കേസായിരുന്നു, അസോൾട്ടായിരുന്നു. സ്വന്തം ചേട്ടൻ അനിയനെ വെട്ടിയതാണ്, കുറേ വെട്ടി. അപ്പം ഞാൻ ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു കയറി വണ്ടി എടുത്തോട്ട് വരുമ്പോൾ കാണുന്നത് വീൽ ചെയറിൽ കൊണ്ടുപോകണം, ഫുൾ ബ്ലഡ്. അപ്പോൾ ഹോസ്പിറ്റലിൽ എടുക്കില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് അങ്ങനെ OT ഒക്കെ സെറ്റ് ചെയ്ത് അവിടെ നിന്ന് ഒറ്റ മിനിറ്റിലാണ് അപ്പുറത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. 3 കിലോമീറ്റർ ഒറ്റ മിനിറ്റിൽ പോയി. ആൾ രക്ഷപ്പെട്ടു. അപ്പോൾ അന്ന് എനിക്കൊരുണ്ടായ ഒരു ഇൻസിഡൻറ്റ് എന്ന് വെച്ചാൽ, ഈ മകൻ്റെ അമ്മയ്ക്ക് വീട്ടു ജോലിയാണ്. ആൾ ഇത്രയേ ഉള്ളൂ, വലിയ ഹൈറ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മൾ ഓട്ടപ്പൈസ പറയണമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഓട്ടപ്പൈസ പറഞ്ഞപ്പോൾ 800 രൂപയാണ് ഞാൻ അമ്മയോട് പറഞ്ഞത്, ബേസിക് ചാർജ്. അപ്പോൾ അമ്മ എൻ്റെ 200-500 നോട്ട് എടുത്ത് വെച്ചിരുന്നു. അപ്പം ഞാൻ തിരിച്ചൊരു 200 രൂപ കൊടുത്തിട്ട് ഞാൻ അവിടുന്ന് ആംബുലൻസ് എടുത്ത്, അപ്പോൾ ഈ പോക്കറ്റ് ഞാൻ പൈസ ഇങ്ങനെ വെച്ചേക്കാം, ആംബുലൻസ് എടുത്ത് കറങ്ങി വെളിയിൽ വന്ന് യൂട്ടേൺ എടുത്തപ്പോൾ ഞാൻ ഈ പൈസ എടുത്തിട്ട് ഞാൻ തുറന്നു നോക്കിയപ്പോൾ ബ്ലഡാണ്, പൈസ നിറച്ച്. അപ്പോൾ ഈ മകൻ്റെ ബ്ലഡാണ്. എനിക്കങ്ങോട്ട് സമാധാനം കിട്ടുന്നില്ല. അപ്പോൾ മനസ്സിലിങ്ങനെ നമുക്കൊരു ഗിൽട്ട് ഫീൽ തോന്നും. ലൈക്ക് ഇതും കൊണ്ട് ഞാൻ പോയി എന്ത് മേടിച്ച് കഴിച്ചാലും എൻ്റെ വീട്ടുകാർക്ക് മേടിച്ചു കൊടുത്താലും ദഹിക്കുകയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും വണ്ടി തിരിച്ചു, ഹോസ്പിറ്റലിൽ ചെന്നു, കാഷ്വാലിറ്റി സെക്യൂരിറ്റിയോട് വെച്ചിട്ട് ഒറ്റ മിനിറ്റ് ഇപ്പോൾ അകത്ത് പോയിട്ട് ഈ 200-500 നോട്ട് നമ്മുടെ കഴിച്ചിട്ട് ആ 200 മേടിച്ച് ഞാൻ പോയിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഞങ്ങൾ മുതലാളിയോട് കണക്ക് കൊടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞു. മുതലാളി ഇന്നൊരു സംഭവം ഉണ്ട്, പൈസ ഞാൻ മേടിച്ചിട്ടുള്ളതാണ്, എൻ്റെ കണക്ക് എഴുതിക്കുമോ എന്ന് പറഞ്ഞ മുതലാളി പറഞ്ഞു ഞാൻ കുഴപ്പമില്ല, പ്രശ്നമില്ല. അപ്പം അങ്ങനെ ഒരു നല്ല മനുഷ്യനാണ് നമ്മുടെ മുതലാളി എന്ന് പറഞ്ഞത്. പുള്ളിയെ കൊണ്ട് ഒരു രീതിയിൽ ഒരു ശല്യമില്ല. അപ്പം ചിലയിടത്തൊക്കെ ഞാനിപ്പോൾ തിരുവനന്തപുരത്തൊക്കെ എന്ന സമയത്ത് ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ്. ഈ മുതലാളിത്തം ഭയങ്കരമാണ്. ചിലർക്ക് അവിടെ എത്തുമ്പോൾ വിളിക്കണം, എടുക്കുമ്പോൾ വിളിക്കണം, പല രീതിയിലുള്ള ടോർച്ചർ. പോസിബിൾ ആവില്ല, ഒരിക്കലും ആവില്ല. എന്നാൽ ഇവർക്കൊക്കെ ഈ ബുദ്ധിമുട്ട് അറിയാവുന്നതാണ്. പക്ഷെ ഇവിടെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോൾ കണക്ക് നോക്കുന്ന സമയത്ത് 300 അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ ഞാൻ കുഴപ്പമില്ലടാ, തരണ്ട, വെട്ടിക്കൊള്ളാൻ പറയും. പൈസ ഇല്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ എടുത്ത് കഴിച്ചോ, അതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള ഇതിൽ